ചെങ്കടലിലേക്ക് ഹൂത്തികൾക്ക് പിന്തുണയുമായി ഇറാൻ യുദ്ധക്കപ്പൽ അയച്ചു. ഗസയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 22,000 കടന്നു. നെതന്യാഹു സർക്കാരിന്റെ വിവാദ ജുഡീഷ്യറി പരിഷ്കരണ നിയമം ഇസ്രായേൽ സുപ്രീം കോടതി റദ്ദാക്കി. വി.കെ. സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, ഇന്നലെയാണ് അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ചിട്ടുള്ള അവരുടെ യുദ്ധക്കപ്പൽ പിൻവലിച്ചേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നത്. അതിന് പിന്നാലെ തന്നെ ഇറാൻ ഹൂത്തികൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് യുദ്ധക്കപ്പൽ അയക്കുന്നു എന്ന് പറയുന്നു. മേഖലയിൽ സമാധാനം പുലരാനുള്ള സാധ്യതകൾ, ഒരുപക്ഷെ സംഘർഷത്തിന് വരാനുള്ള സാധ്യതകൾ അമേരിക്കയുടെ നീക്കത്തോടെ കണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ പുതുതായി ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ അതിന് തടസ്സമാവുകയാണോ? ജിൽസി, ചെങ്കടൽ വീണ്ടും ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ്. ഇപ്പോൾ ഇറാൻ്റെ യുദ്ധക്കപ്പൽ കൂടി ഈ ചെങ്കടലിലേക്ക് വരുന്നു. അതിന് ചില സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം ഹൂത്തികളുടെ 3 ബോട്ടുകൾ അമേരിക്ക ചെങ്കടലിൽ മുക്കിക്കളഞ്ഞിരുന്നു. അതിൽ 10 പേർ കൊല്ലപ്പെട്ടതായി ഹൂത്തികൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ സഹായം തേടി ഹൂത്തികളുടെ സംഘം ഇറാനിലേക്ക് നേരിട്ടെത്തി തെഹ്റാനിൽ പ്രധാനപ്പെട്ട ഇറാൻ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർ റാസി മൂസവിയെ ഇസ്രായേൽ കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലെല്ലാം ഒരു പ്രതിരോധം ചെങ്കടലിൽ തീർക്കുക എന്നുള്ളതിന് ഇസ്രായേലിനെതിരെ വലിയ പ്രതിരോധം തീർക്കുക എന്നൊരു നിലപാടിലേക്ക് ഇറാൻ പോവുകയാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇറാൻ്റെ യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മണിക്കൂറുകൾക്ക് മുമ്പ് ചെങ്കടലിലേക്ക് ഈ കപ്പൽ എത്തിയതായി ഇറാൻ തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. ഇനി ഏതായിരുന്നാലും ഈ മേഖലയിൽ ഹൂത്തികളുടെ ആക്രമണം ഒന്നുകൂടി കടുപ്പിക്കും എന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ, ചരക്ക് കപ്പലുകളെ മാത്രമാണ് ആക്രമിക്കുക എന്ന് ഹൂത്തികൾ പറഞ്ഞിരുന്നു. അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഹൂത്തികളുടെ നേതൃത്വം പ്രഖ്യാപിക്കുകയാണ്. ഈ മേഖലയിൽ അമേരിക്കയുടെ ഏത് സാന്നിധ്യമുണ്ടായാലും പ്രതിരോധമുണ്ടായാലും അത് തങ്ങൾ തുടരും എന്ന് തന്നെയാണ് ഹൂത്തികൾ പറയുന്നത്. അപ്പോൾ ഗസയിൽ അതിൻ്റെ ഇസ്രായേലിൻ്റെ അധിനിവേശം ശക്തമായി തുടരുകയും ഇപ്പോൾ അവിടെ മരണം 22,000 കവിയുകയും ചെയ്ത ഒരു സാഹചര്യമാണുള്ളത്. അതിനെ പിടിച്ചു നിർത്താൻ തീർച്ചയായും ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ചും ലോക സാമ്പത്തിക മേഖലയെ പിടിച്ചു കുലുക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് ഹൂത്തികൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം കടുപ്പിക്കുകയും അതിന് പിന്തുണയുമായി നേരിട്ട് ഇറാൻ വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അമേരിക്കയുടെ യുദ്ധക്കപ്പൽ പിൻവലിക്കും എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം അത് നടപ്പിലായിട്ടില്ല എന്ന് ഇറാൻ മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഗസയിലെ ആക്രമണം ഇപ്പോൾ രൂക്ഷമാവുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക്, അവിടെയുള്ള 50% ആളുകൾക്ക് കൃത്യമായ ഭക്ഷണം പോലും കിട്ടുന്നില്ല എന്നുള്ള കാര്യം UN തന്നെ പ്രഖ്യാപിക്കുന്നു.